ഹായ് ഓൾ. സിവിൽ ഉദ്യോഗാർത്ഥികൾക്ക് ഏറ്റവും അധികം സന്തോഷം പകരുന്ന ഒരു അപ്ഡേറ്റ്സുമായിട്ടാണ് ഞാൻ ഈ വീഡിയോയിൽ വന്നിരിക്കുന്നത്. മറ്റൊന്നുമല്ല, ഇന്ന് വന്ന നോട്ടിഫിക്കേഷനിൽ PSC നോട്ടിഫിക്കേഷൻ പുറത്തുവിട്ടപ്പോൾ ഏകദേശം 6 പരീക്ഷകൾ സിവിലുകാർക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് ആ ഒരു സന്തോഷ വാർത്ത. ഡിപ്ലോമ ബിടെക് ഹോൾഡർ ആണെങ്കിൽ ഈ 6 എക്സാമുകൾക്ക് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാം. അതല്ലെങ്കിൽ ഡിപ്ലോമ ഹോൾഡേഴ്സ് ആണെങ്കിൽ നിങ്ങൾക്ക് ഇതിലൊരു 4 എക്സാമുകൾക്ക് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും. അപ്പം ഇത് എല്ലാം നമ്മൾ കാത്തിരുന്ന അല്ലെങ്കിൽ പ്രതീക്ഷിച്ചിരുന്ന നോട്ടിഫിക്കേഷനൊക്കെ തന്നെയാണ്. നമ്മൾ പല വീഡിയോയിലും പറയുന്നുണ്ടായിരുന്നു ഈ എക്സാമ്പിൾ നോട്ടിഫിക്കേഷൻസ് ഉടൻ തന്നെ വരുമെന്നുള്ളത്. അപ്പോൾ ആ ഒരു നോട്ടിഫിക്കേഷൻ തന്നെയാണ് വന്നിരിക്കുന്നത്. പക്ഷേ ഒരു സിവിൽ ഉദ്യോഗാർത്ഥിക്ക് ഏറ്റവും കൂടുതൽ സാധ്യത, അതായത് ജോലി ലഭിക്കാൻ ഏറ്റവും കൂടുതൽ സാധ്യതയുള്ള പരീക്ഷകളാണ് ഇപ്പോൾ വന്നിരിക്കുന്നത് എന്നുള്ളതാണ് മറ്റൊരു സന്തോഷ വാർത്ത. ഏതെങ്കിലും കുറച്ച് എക്സാമുകളല്ല, നമുക്ക് ജോലിക്ക് കയറാൻ പറ്റുന്ന അല്ലെങ്കിൽ ജോലിക്ക് കയറാൻ പറ്റുന്നതും അതുപോലെ ഒരു സിവിൽ ബിടെക് ഗ്രാജുവേറ്റിനൊക്കെ നമുക്ക് നാട്ടിൽ ലഭിക്കാൻ പറ്റുന്ന ഏറ്റവും നല്ല ജോലികളുടെ നോട്ടിഫിക്കേഷനാണ് ഈ വന്നിരിക്കുന്നത് എന്നുള്ളതാണ് മറ്റൊരു സന്തോഷ വാർത്ത. അപ്പോൾ ഇപ്പോൾ വിളിച്ചിട്ടുള്ള എല്ലാ എക്സാമുകൾക്കും അപ്ലൈ ചെയ്യേണ്ട ലാസ്റ്റ് ഡേറ്റ് എന്ന് പറയുന്നത് 29/1/2025. അതായത് ഈ ജാനുവരി 29 മുന്നേ തന്നെ എന്ത് ചെയ്യണം, നിങ്ങൾ അപ്ലൈ ചെയ്യണം. അപ്പോൾ ഒന്നും നോക്കണ്ട, പെട്ടെന്ന് തന്നെ നിങ്ങൾ അപ്ലൈ ചെയ്യുക. ഇന്ന് തന്നെ അപ്ലൈ ചെയ്യുക. നിങ്ങളുടെ പോർട്ടലിൽ ഇതിപ്പം വന്ന് കാണും. അപ്പോൾ ഇന്ന് തന്നെ എന്ത് ചെയ്യുക, ഇതിനുവേണ്ടി അപ്ലൈ ചെയ്യുക. അപ്പോൾ ഏതൊക്കെ എക്സാമുകളാണ് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. ഏറ്റവും ആദ്യമേ തന്നെ അസിസ്റ്റന്റ് എഞ്ചിനീയർ, ലോക്കൽ സെൽഫ് ഗവൺമെന്റ് ഡിപ്പാർട്ട്മെന്റിൽ അസിസ്റ്റന്റ് എഞ്ചിനീയർ എക്സാമാണ് ഏറ്റവും ആദ്യമേ തന്നെ നമുക്ക് പറയാനുള്ളത്. ഇത് ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് നോക്കാം. ജസ്റ്റ് ഞാനൊന്ന് പറഞ്ഞു പോകാം. അതുപോലെ ഫസ്റ്റ് ഗ്രേഡ് ഓവർസിയർ ഡ്രാഫ്റ്റ്മാൻ LSCD ഡിപ്പാർട്ട്മെന്റിൽ തന്നെ ഓവർസിയർ ഗ്രേഡ് 1 എക്സാമിനുള്ള നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട്. അതുപോലെ ഗ്രേഡ് 1 PWD ബാർ ഇറിഗേഷൻ ഓവർസിയർ ഗ്രേഡ് 1 അല്ലെ ഡ്രാഫ്റ്റ്മാൻ ഗ്രേഡ് 1 എന്ന് പറയുന്ന ആ ഒരു പോസ്റ്റിലൊക്കെ ഉള്ളത് വന്നിട്ടുണ്ട്. അതുപോലെ സെക്കൻഡ് ഗ്രേഡ് ഡ്രാഫ്റ്റ്മാൻ അല്ലെ സെക്കൻഡ് ഗ്രേഡ് ഓവർസിയർ LSCD ഡിപ്പാർട്ട്മെന്റിലേക്കുള്ള നോട്ടിഫിക്കേഷൻ പുറത്ത് വന്നിട്ടുണ്ട്. അതുപോലെ അസിസ്റ്റന്റ് ടൗൺ പ്ലാനർ LSCD ഡിപ്പാർട്ട്മെന്റിലേക്കുള്ള നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട്. ലാസ്റ്റ് ട്രേസർ, കേരള സ്റ്റേറ്റ് ഡെവലപ്മെന്റ് കോർപ്പറേഷൻ ഫോർ SC/ST ലിമിറ്റഡ്, അതിലേക്കുള്ള ആ ഒരു ഡിപ്പാർട്ട്മെന്റിലേക്കുള്ള ട്രേസർ പോസ്റ്റിലുള്ള നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട്. അപ്പം നിങ്ങൾ നോക്കിയാൽ മനസ്സിലാവും, ഇതെല്ലാം വളരെ നല്ല നമ്പർ ഓഫ് അഡ്വൈസുകൾ ലാസ്റ്റ് ടൈം പോയിട്ടുള്ള പോസ്റ്റുകളിലേക്കാണ് ഈ നോട്ടിഫിക്കേഷൻ വന്നിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ ആലോചിക്കുക, നമുക്കെപ്പോഴും ജോലി കയറാനുള്ള സാധ്യത വളരെ കൂടുതലായിരിക്കും. ഇതിലെ പല എക്സാമുകളും ക്ലബ് ചെയ്തായിരിക്കും വിടുന്നത്. ഇപ്പോൾ A ലെവൽ എക്സാമുകളെല്ലാം കൂടെ ഒരുമിച്ചും, ചിലപ്പോൾ ഗ്രേഡ് 2 ലെവൽ എക്സാമുകളെല്ലാം കൂടെ ഒരുമിച്ചും, ഗ്രേഡ് 3 ലെവൽ എക്സാമുകളെല്ലാം കൂടെ ഒരുമിച്ചുമായിരിക്കും വരുന്നത്. അപ്പം ഇതിൽ തന്നെ റാങ്ക് ലിസ്റ്റിൽ ഒരാൾ തന്നെ പല റാങ്ക് ലിസ്റ്റിൽ ഉൾപ്പെടാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് ഈ റാങ്ക് ലിസ്റ്റിലോട്ട് ഉൾപ്പെട്ട് കഴിഞ്ഞാൽ, ഇതിപ്പോൾ കുറച്ച് താഴെയാണെങ്കിൽ കൂടി നമുക്ക് ജോലി ലഭിക്കാനുള്ള സാധ്യതയൊക്കെ അവിടെ വളരെ കൂടുതലാണ്. അപ്പോൾ എന്തായാലും അവസരങ്ങൾ നമുക്ക് വളരെ മികച്ച അവസരങ്ങളാണ് സിവിൽ എഞ്ചിനീയറിംഗ് ആസ്പിറൻസിന് ഇപ്പോൾ വന്നു ചേർന്നിരിക്കുന്നത്. അത് നിങ്ങൾ മനസ്സിലാക്കുക, അതനുസരിച്ച് നിങ്ങൾ പ്രിപ്പയർ ചെയ്യുക. ഇനിയും ഇതുവരെയും നിങ്ങളൊരു ഗവൺമെൻറ് ജോബ് നിങ്ങൾ ആഗ്രഹിക്കുന്നില്ല, പക്ഷേ എന്നാൽ ഇത് കിട്ടുമെന്ന് പാടാണല്ലേ, ലഭിക്കത്തില്ല എന്ന് വിചാരിച്ചിരിക്കുന്ന ഒരു സിറ്റുവേഷൻ ആണെങ്കിൽ നിങ്ങൾ ആലോചിക്കുക, ഇത് തന്നെയാണ് ഏറ്റവും മികച്ച അവസരം. എക്സാമുകൾ ഇഷ്ടം പോലെ ഉണ്ട്, അവസരങ്ങൾ ഇഷ്ടം പോലെ ഉണ്ട്. നമുക്ക് എക്സാമ്പിൾ എഴുതി ഒരു എക്സ്പീരിയൻസ് ഉണ്ടാകാനുള്ള അവസരങ്ങൾ ഇഷ്ടം പോലെ നിങ്ങളുടെ മുമ്പിൽ വരുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു എക്സാം ക്രാക്ക് ചെയ്തെടുക്കാൻ പറ്റുമെന്നുള്ള കാര്യം നിങ്ങൾ ഒന്ന് മനസ്സിൽ വെക്കുക. അപ്പോൾ നമുക്ക് ഓരോ എക്സാമിൻ്റെയും ഓരോ നോട്ടിഫിക്കേഷനെയും കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് കാര്യങ്ങളൊന്നും നമുക്ക് നോക്കാം. അപ്പോൾ ആദ്യം തന്നെ ഞാൻ നേരത്തെ പറഞ്ഞ AE ആണ് 573/2024 കാറ്റഗറി നമ്പറിൽ വിളിച്ചിരിക്കുന്നത്. LSCD ഡിപ്പാർട്ട്മെന്റിലേക്കാണ്. സ്കെയിൽ ഓഫ് പേ എന്ന് പറഞ്ഞാൽ 55,000 മുതൽ 1,15,000 വരെയുള്ള സ്കെയിൽ ഓഫ് പേ ആണ്. വളരെ നല്ല സ്കെയിൽ ഓഫ് പേ ആണ് അല്ലേ. അപ്പോൾ അതിൻ്റെ ക്വാളിഫിക്കേഷൻ ഡിഗ്രി ഇൻ സിവിൽ എഞ്ചിനീയറിംഗ്, BE BTech ഒക്കെ ആയിരിക്കും അവിടെ ക്വാളിഫിക്കേഷൻ വരുന്നത്. BE or BTech ആയിരിക്കും. ഓക്കെ, അപ്പോൾ അത് കഴിഞ്ഞു. അടുത്തത് നമുക്ക് കാറ്റഗറി നമ്പർ 584/2024 LSCD ഡിപ്പാർട്ട്മെന്റിലേക്ക് തന്നെയുള്ള ഫസ്റ്റ് ഗ്രേഡ് ഡ്രാഫ്റ്റ്മാൻ അല്ലെ ഓവർസിയർ. അതിൻ്റെ സ്കെയിൽ ഓഫ് പേ നോക്കി 31,000 മുതൽ 66,800 വരെയുള്ള സ്കെയിൽ ഓഫ് പേ ആണ്. വേക്കൻസി ആൻറ്റിസിപ്പേറ്റഡ് എന്നാണ് പറയുന്നത്, പക്ഷേ ആൻറ്റിസിപ്പേറ്റഡ് വേക്കൻസി ആണെന്ന് നിങ്ങൾ കരുതുക. നല്ല നമ്പർ ഓഫ് വേക്കൻസീസ് ഉള്ള എക്സാം തന്നെയാണ്, അല്ലെ ലാസ്റ്റ് ടൈം അഡ്വൈസ് പോയ ഒരു എക്സാം തന്നെയാണ്. അതിൻ്റെ ക്വാളിഫിക്കേഷൻ എന്താണ്? ഡിപ്ലോമ ഇൻ സിവിൽ എഞ്ചിനീയറിംഗ്, ഡിപ്ലോമയാണ് അവിടെ ബേസിക് ക്വാളിഫിക്കേഷൻ വരുന്നത്. ഡിപ്ലോമക്കാർക്കും അപ്ലൈ ചെയ്യാം, ബിടെക്കാർക്കും അപ്ലൈ ചെയ്യാം അല്ലേ. ഡിഗ്രിക്കാർക്കും എന്ത് ചെയ്യാൻ പറ്റും, ഹയർ വെച്ചിട്ട് അപ്ലൈ ചെയ്യാൻ പറ്റും. അടുത്ത കാറ്റഗറി നമ്പർ 579/2024 ഡിപ്പാർട്ട്മെന്റ് PWD ബാർ ഇറിഗേഷൻ, PWDയിൽ ഇറിഗേഷനിലേക്കുള്ള ഡിപ്പാർട്ട്മെന്റിലേക്കുള്ള ഇതാണ് വിളിച്ചിരിക്കുന്നത്. ഗ്രേഡ് 1 ഡ്രാഫ്റ്റ്മാൻ അല്ലെങ്കിൽ ഗ്രേഡ് 1 ഓവർസിയർ സിവിൽ. സ്കെയിൽ ഓഫ് പേ 37,400 മുതൽ 79,000 വരെയുള്ള സ്കെയിൽ ഓഫ് പേ ആണ്. വേക്കൻസി ആൻറ്റിസിപ്പേറ്റഡ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്, പക്ഷേ നല്ല രീതിയിൽ വേക്കൻസി ഉള്ള എക്സാം തന്നെയാണ് ഇത്. ഇതിൻ്റെ വേക്കൻസീസും മറ്റു കാര്യങ്ങളും ലാസ്റ്റ് എത്ര അഡ്വൈസ് പോയിട്ടുണ്ടെന്നുള്ള വീഡിയോസ് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ടാണ് ഞാൻ ആ കാര്യങ്ങളൊന്നും ഇവിടെ എക്സ്പ്ലെയിൻ ചെയ്യാത്തത്. ക്വാളിഫിക്കേഷൻ വന്നിട്ട് എന്താണ്? ഡിപ്ലോമ തന്നെയാണ്. ഡിപ്ലോമ ഇൻ സിവിൽ എഞ്ചിനീയറിംഗ് തന്നെയാണ് ഗ്രേഡ് 1ൻ്റെ ക്വാളിഫിക്കേഷൻ എന്നുള്ള കാര്യം നിങ്ങൾക്കറിയാം. അതങ്ങനെ തന്നെയാണ് വന്നിട്ടുള്ളത്.
അടുത്തത് LSCD ഡിപ്പാർട്ട്മെന്റിലേക്കുള്ള പോസ്റ്റിലേക്കുള്ള നോട്ടിഫിക്കേഷനാണ്. സെക്കൻഡ് ഗ്രേഡ് ഡ്രാഫ്റ്റ്മാൻ അല്ലെങ്കിൽ സെക്കൻഡ് ഗ്രേഡ് ഓവർസിയർ. സ്കെയിൽ ഓഫ് പേ 26,500 മുതൽ 60,700 വരെയുള്ള സ്കെയിൽ ഓഫ് പേ ആണ്. സെക്കൻഡ് ഗ്രേഡ് ആണെങ്കിൽ അത്യാവശ്യം നല്ല സാലറി സ്കെയിൽ തന്നെയാണ്. നമ്പർ ഓഫ് വേക്കൻസീസ്, ആൻറ്റിസിപ്പേറ്റഡ് വേക്കൻസീസ് അറിയാം. LSCD ഡിപ്പാർട്ട്മെന്റിലേക്കുള്ളതാണ്, നല്ല വേക്കൻസി കാണും. അപ്പോൾ ഇതിൻ്റെ ക്വാളിഫിക്കേഷൻ എന്താണ് പറയുന്നത്? ഗ്രേഡ് 1 അല്ലെ ഗ്രേഡ് 2 ആണ്. അപ്പോൾ നമുക്ക് ഡിപ്ലോമയാണ് ബേസിക് ക്വാളിഫിക്കേഷൻ വരുന്നതെന്നുള്ള കാര്യം ഓർക്കുക. ഡിപ്ലോമ തന്നെയാണ് ബേസിക് ക്വാളിഫിക്കേഷൻ. അടുത്തത് കാറ്റഗറി നമ്പർ 721/2024 LSCD ഡിപ്പാർട്ട്മെന്റിലേക്കുള്ള അസിസ്റ്റന്റ് ടൗൺ പ്ലാനർ എന്ന് പറഞ്ഞൊരു പോസ്റ്റിലേക്കാണ് നോട്ടിഫിക്കേഷൻ വന്നിരിക്കുന്നത്. സാലറി സ്കെയിൽ 55,000 മുതൽ 1,15,000 വരെയുള്ള സാലറി സ്കെയിലാണ്. നമ്പർ ഓഫ് വേക്കൻസീസ് ഇവിടെ തന്നിട്ടുണ്ട് 19 അപ്പം കുഴപ്പമില്ലാത്ത വേക്കൻസിയാണ് അല്ലേ. ചിലപ്പോൾ ഇത് കൂടാനും സാധ്യതയുണ്ട്. അപ്പം ഡിഗ്രി ഇൻ സിവിൽ എഞ്ചിനീയറിംഗ് തന്നെയാണ് അവിടുത്തെ ബേസിക് ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്നത്. ബിടെക്കാർക്കും BE-ക്കാർക്കും അപ്ലൈ ചെയ്യാൻ പറ്റും. അപ്പം BTech കംപ്ലീറ്റ് ആക്കിയവർക്ക് 2 എക്സാം വന്നിട്ടുണ്ട്. AE ഉണ്ട്, അസിസ്റ്റന്റ് ടൗൺ പ്ലാനറും ഉണ്ട്. അപ്പം ഈ 2 എക്സാമുകളുടെ കാര്യം BTech ആണ് അല്ലെ BE ആണ് നിങ്ങളുടെ ക്വാളിഫിക്കേഷൻ എങ്കിൽ ഓർത്തിരിക്കുക. ഡിപ്ലോമക്കാർക്ക് പറ്റുന്ന ഒരു 4 എക്സാംസിൻ്റെ നോട്ടിഫിക്കേഷൻ ഇന്ന് തന്നെ വന്നിട്ടുണ്ട്. കാറ്റഗറി നമ്പർ 736/2024 നെയിം ഓഫ് ദ ഫേം കേരള സ്റ്റേറ്റ് ഡെവലപ്മെൻറ്റ് കോർപ്പറേഷൻ SC/ST ലിമിറ്റഡ്. നെയിം ഓഫ് ദ പോസ്റ്റ് ട്രേസറാണ്. സ്കെയിൽ ഓഫ് പേ കുറച്ച് കുറവാണ്. 9,190 മുതൽ 15,000 വരെയാണ് സ്കെയിൽ ഓഫ് പേ. ട്രേസർ എന്ന് പറയുന്നൊരു പോസ്റ്റിലേക്കാണ്. അവിടെ ക്വാളിഫിക്കേഷൻ വന്നിരിക്കുന്നത് ഡിപ്ലോമ ആണ്. ക്വാളിഫിക്കേഷൻ ഈ പ്രാവശ്യം വന്നിരിക്കുന്നു എന്നുള്ള കാര്യം ഓർക്കുക. ഡിപ്ലോമക്കാർക്ക് എന്ത് ചെയ്യാൻ പറ്റും? അപ്ലൈ ചെയ്യാൻ പറ്റും എന്നുള്ള കാര്യം ഒന്ന് ഓർക്കുക. ഓക്കെ, ഡിപ്ലോമയിലെ ഹയർ വെച്ചിട്ട് നമുക്ക് അപ്ലൈ ചെയ്യാം. അപ്പം ഇത്രയും എക്സാമുകളാണ് നിലവിൽ നിങ്ങൾക്ക് ക്വാളിഫിക്കേഷൻ നിലവിൽ നിങ്ങൾക്ക് വന്നിരിക്കുന്ന 6 എക്സാമുകൾ നിലവിൽ വന്നിട്ടുണ്ടല്ലേ. അപ്പോൾ ഓൾറെഡി നിങ്ങൾക്ക് ഓവർസിയർ ഗ്രേഡ് 2 PWD ഇറിഗേഷൻ വിളിച്ചിട്ടുണ്ട്. അതുപോലെ ഓവർസിയർ ഗ്രേഡ് 2 ഹാർബർ വിളിച്ചിട്ടുണ്ട്. അതുപോലെ കുറേ എക്സാമുകൾ നേരത്തെ തന്നെ വിളിച്ചിട്ടുണ്ട്. ഇപ്പോൾ ഈ എക്സാമുകളെല്ലാം കൂടെ വന്നിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ആലോചിക്കുക, സിവിൽ എഞ്ചിനീയറിംഗ് ആസ്പിറൻ്റ് ആണ് അല്ലെങ്കിൽ ജോബ് ആസ്പിറൻ്റ് ആണ് നിങ്ങളെങ്കിൽ ഏറ്റവും മികച്ച അവസരമാണ് നിങ്ങളുടെ മുമ്പിൽ വന്നിരിക്കുന്നത് എന്നുള്ളത് ഞാൻ വീണ്ടും ഒന്നുകൂടെ പറയുകയാണ്. അപ്പം പലപ്പോഴും പലരും ചോദിക്കും ഈ ഓവർസിയർ ലെവൽ എക്സാമുകൾക്ക് പ്രിപ്പയർ ചെയ്യണോ അല്ലെങ്കിൽ ഈ ലെവൽ എക്സാമുകൾക്ക് പ്രിപ്പയർ ചെയ്യണോ എന്നുള്ളത്. നമ്മൾ പലപ്പോഴും ഈ ഒരു ചോദ്യം നമ്മൾ ഫേസ് ചെയ്യുന്നതാണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്കൊരു വെബിനാർ നമ്മൾ പ്ലാൻ ചെയ്യുന്നുണ്ട്. ഈ 6 പരീക്ഷകൾക്കും എങ്ങനെ ഒരുമിച്ച് പ്രിപ്പയർ ചെയ്യാൻ പറ്റുമെന്നുള്ളത്. അതായത് ഓവർസിയർ ലെവൽ കണ്ടന്റ് വേറൊരു ഡെപ്തിലാണ് പഠിക്കേണ്ടത്, ലെവൽ കണ്ടന്റ് മറ്റൊരു ഡെപ്തിലാണ് നമുക്ക് പഠിക്കേണ്ടത് അല്ലേ. അപ്പോൾ ഇത് രണ്ടിനും 2 അപ്രോച്ചാണ് നമുക്ക് വേണ്ടതെന്നുള്ള കാര്യം അറിയാം. പക്ഷേ എവിടെയെങ്കിലുമൊക്കെ കുറച്ച് സബ്ജക്റ്റുകളൊക്കെ ഷെയർ ചെയ്യുന്നുണ്ടാവും. അപ്പോൾ ഇത് രണ്ടും കൂടെ ഒരുമിച്ച് പഠിക്കാൻ പറ്റുമോ എന്നുള്ള കാര്യങ്ങൾ നമ്മളൊന്ന് നിങ്ങൾക്ക് ക്ലിയർ ആക്കി തരുന്നതാണ്. അപ്പം നമ്മളുടെ ചീഫ് എഡ്യൂക്കേറ്റർ ആയിട്ടുള്ള ആരതി മിസ് ആണ് നിങ്ങൾക്ക് ആ ഒരു വെബിനാർ കണ്ടക്ട് ചെയ്ത് തരുന്നത്. ഉറപ്പായിട്ടും ഇതൊരു യൂസ്ഫുൾ ആയിട്ടുള്ള വെബിനാർ ആയിരിക്കും. അവിടെ നമ്മൾ പോസ്റ്റ് ഡീറ്റെയിൽസ് ഒക്കെ നോർമലി പറയുന്നുണ്ടാവും. സിലബസും കാര്യങ്ങളും നമ്മളൊന്ന് കമ്പയർ ചെയ്യും. ഒരു ഓവർസിയർ സിലബസ് സിലബസും ഒക്കെ കമ്പയർ ചെയ്യും. അപ്പോൾ എങ്ങനെ നിങ്ങൾക്ക് മുന്നോട്ട് ഏത് സ്ട്രാറ്റജിയാണ് അവിടെ പഠിക്കേണ്ടത് അല്ലെങ്കിൽ ഏത് സ്ട്രാറ്റജിയാണ് അവിടെ ഡെവലപ്പ് ചെയ്യേണ്ടത് എന്നുള്ള കാര്യങ്ങൾ നമ്മളവിടെ ക്ലിയർ ആക്കി തരുന്നതായിരിക്കും. 2 എക്സാം കൂടെ അല്ലെങ്കിൽ 2 ടൈപ്പ് ഓഫ് എക്സാം കൂടെ ഒരുമിച്ച് പഠിക്കാൻ പറ്റുമോ എന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മളവിടെ ക്ലിയർ ആക്കി തരാം. ഓക്കെ, നമ്മൾ വെബിനാർ പ്ലാൻ ചെയ്തിരിക്കുന്നത് ജാനുവരി 5-നാണ്. 8 മണിക്കാണ് വെബിനാർ നമ്മൾ പ്ലാൻ ചെയ്തിരിക്കുന്നത്. അപ്പം ഈ ഒരു വെബിനാറിലേക്ക് ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് താഴെ കാണുന്ന ഗൂഗിൾ ഫോമിൽ നിങ്ങളുടെ കോൺടാക്ട് നമ്പർ കൊടുത്താൽ നമ്മൾ ഗൂഗിൾ മീറ്റ് ലിങ്കും കാര്യങ്ങളൊക്കെ അയച്ചു തരുന്നതായിരിക്കും. ഓക്കെ, അപ്പം നമ്മുടെ ക്ലാസ്സുകൾ LSCD AE എക്സാമിനെ ഫോക്കസ് ചെയ്തുള്ള ക്ലാസ്സുകളും അതുപോലെ ഓവർസിയർ ലെവൽ എക്സാമിൽ ഫോക്കസ് ചെയ്തുള്ള ക്ലാസ്സുകളും നമ്മൾ ആരംഭിക്കുന്നുണ്ട്. ഓൺലൈൻ ക്ലാസ്സസും ഓഫ്ലൈൻ ക്ലാസ്സസും അവൈലബിൾ ആണ്. അപ്പോൾ ഓൺലൈൻ ക്ലാസ് ആദ്യം പറയുകയാണെങ്കിൽ AE ലെവൽ എക്സാം ആണെങ്കിൽ നമ്മളൊരു പ്രീമിയം ബാച്ച് ആയിട്ടായിരിക്കും സ്റ്റാർട്ട് ചെയ്യുന്നത്. അതിൽ നമുക്ക് ലൈവ് ക്ലാസ്സുകൾ കാണും. ലൈവായിട്ടുള്ള ക്ലാസ്സുകൾ നമുക്ക് ഗൂഗിൾ മീറ്റ് ത്രൂ നമ്മൾ കണ്ടക്ട് ചെയ്യുന്നുണ്ടായിരിക്കും. ഈ ലൈവ് ക്ലാസ്സിൻ്റെ റെക്കോർഡ് ക്ലാസ്സുകൾ നിങ്ങൾക്ക് നമ്മൾ നമ്മുടെ ആപ്പിൽ തരുന്നതായിരിക്കും. അതായത് നിങ്ങൾക്ക് ലൈവ് ക്ലാസ്സിൻ്റെ അഡ്വാൻറ്റേജും കിട്ടും. ഈ ലൈവ് ക്ലാസ് നിങ്ങൾക്ക് എത്ര വട്ടം വേണേലും റിപ്പീറ്റഡ് ആയിട്ട് കാണാനുള്ള അവസരവും നമ്മളവിടെ തരുന്നതായിരിക്കും. അതായത് റെക്കോർഡ് ക്ലാസ്സുകളും അവൈലബിൾ ആയിരിക്കും. പിന്നെ ഇതിൻ്റെ നോട്ട്സിൻ്റെ PDF നമുക്ക് അവിടെ അവൈലബിൾ ആയിരിക്കും. പിന്നെ ക്ലാസ് ടെസ്റ്റും ടോപ്പിക് ടെസ്റ്റും ഒക്കെ വീണ്ടും റിപ്പീറ്റഡ് ആയിട്ട് അറ്റൻഡ് ചെയ്യാനുള്ള ഒരു അവസരവും നിങ്ങൾക്ക് അവിടെ കാണുന്നതായിരിക്കും. ഇത് കൂടാതെ നമ്മളൊരു മെൻറ്ററിനെ നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഒരു ബാച്ചിൽ ഒരു മെൻറ്റർ കാണും. ആ മെൻറ്ററായിരിക്കും നിങ്ങളുടെ കാര്യങ്ങളെല്ലാം നോക്കുന്നത്. നിങ്ങൾക്ക് നിങ്ങളുടെ ഡൗട്ട്സ് ചോദിക്കാൻ ഫാക്കൽറ്റി ആയിട്ട് എന്തെങ്കിലും കാര്യങ്ങൾ ചോദിക്കണമെങ്കിലോ അല്ലെങ്കിൽ മറ്റു ഡൗട്ട്സ് ഒക്കെ ചോദിക്കുന്നത് നിങ്ങൾ ആ മെൻറ്ററിനോടായിരിക്കും ചോദിക്കുന്നത്. നിങ്ങൾക്ക് ഒരു വാട്സപ്പ് കമ്മ്യൂണിറ്റിയും കൂടെ കാണും. ആ വാട്സപ്പ് കമ്മ്യൂണിറ്റിയിൽ നിങ്ങളുടെ ഡൗട്ടുകളാണ് നിങ്ങൾക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഡിസ്കസ് ചെയ്യാനും നിങ്ങൾക്ക് നിങ്ങളുടെ കാര്യങ്ങൾ ഷെയർ ചെയ്യാനുള്ള ഒരു കമ്മ്യൂണിറ്റി ആയിട്ടായിരിക്കും നമ്മൾ ആ വാട്സപ്പ് കമ്മ്യൂണിറ്റി തന്നിരിക്കുന്നത്. അപ്പോൾ ഇതെല്ലാം അടങ്ങുന്ന ഒരു കംപ്ലീറ്റ് പാക്കേജാണ് നമ്മൾ ഈ ഒരു LSCD ബാച്ചിൽ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത്. ഓക്കെ, അപ്പം ഈ ഓൺലൈൻ ക്ലാസ്സുകളെ പറ്റി നിങ്ങൾക്ക് അറിയാൻ താല്പര്യമുണ്ടെങ്കിലും അതുപോലെ നമ്മുടെ ഓഫ്ലൈൻ ക്ലാസ്സുകൾ അടൂർ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. AE ലെവൽ ബാച്ചുകൾ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്.
ഓവർസിയർ ബാച്ച് ഓൾറെഡി നമ്മൾ അടൂർ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഓഫ്ലൈൻ ക്ലാസ്സുകളെ പറ്റിയും അറിയണമെന്നുണ്ടെങ്കിൽ ഓഫ്ലൈൻ ക്ലാസ്സുകൾ അടൂർ ക്യാമ്പസിലാണ് നമ്മൾ റൺ ചെയ്യുന്നത്. അപ്പം ഇതിനെപ്പറ്റിയും അറിയണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് താഴെ നിങ്ങളുടെ ഗൂഗിൾ ഫോമിൽ നിങ്ങളുടെ ഡീറ്റെയിൽസ് കൊടുക്കാം, അല്ലെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ നമ്മളെ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. അപ്പം റീസെൻ്റ് ആയിട്ടുള്ള എക്സാംസ് ഒക്കെ നിങ്ങൾ നോക്കിയാൽ മനസ്സിലാവും, നമുക്ക് ടോപ്പ് റാങ്കുകളൊക്കെ നമുക്ക് അച്ചീവ് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. ഓക്കെ, അപ്പം നമ്മുടെ ഒരു ക്ലാസ്സിൻ്റെ രീതി അങ്ങനെ തന്നെയാണ്. നമ്മുടെ കൺസെപ്റ്റ് ഓറിയൻറ്റഡ് ക്ലാസ്സുകളായിരിക്കും നമ്മൾ എടുക്കുന്നത്. എന്നാൽ എക്സാം പോയിന്റ് ഓഫ് വ്യൂ നമ്മൾ ആ ക്ലാസ്സുകളെ കൺവേർട്ട് ചെയ്യുകയും ചെയ്യും. അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് വിജയത്തിന് ആവശ്യമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും നമ്മൾ ഇവിടുന്ന് പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കും. അപ്പം നിങ്ങൾക്കും നിങ്ങളുടെ പ്രിപ്പറേഷൻസ് നമ്മുടെ കൂടെ സ്റ്റാർട്ട് ചെയ്യാം, റാങ്ക് ലിസ്റ്റിൽ മുൻനിരയിലെത്താം. അപ്പം ഞാൻ വീണ്ടും എല്ലാവരോടും പറയുന്നു, ഇഷ്ടംപോലെ എക്സാമുകളാണ് നിങ്ങളുടെ കയ്യിലുള്ളത്. ആ എക്സാമുകളെല്ലാം അറ്റൻഡ് ചെയ്യുക, പ്രിപ്പയർ ചെയ്യുക. ഒരു ഗവൺമെൻറ് ജോലി നിങ്ങൾക്ക് കരസ്ഥമാക്കാൻ സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. താങ്ക് യു.